ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പാവക്ക അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും തേച്ച് വാർക്കയുടെ മുകളിൽ ഉണക്കാൻ കൊണ്ടുവന്ന് വയ്ക്കാൻ പോവാണ്. അപ്പം ഇത് 2 ദിവസം നല്ല രീതിയിൽ ഉണക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ഇത് പാവക്ക അരിഞ്ഞ് വെച്ചതിൻ്റെ വാക്കിയിരുന്നതാണ്, അല്ല മാറ്റിയെടുത്ത് വെച്ചതാണ്. അത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ രുചി എന്ന്. ഇത് കഴിക്കാൻ പോണത് ഫർസുമാണ് കേട്ടോ ഗൈസ്. ഫർസൂടെ എക്സ്പ്രഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് അടുത്തത് മോര് കുമ്പളങ്ങ വെക്കാൻ പോവാണ്. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അരിഞ്ഞു വെക്കണം. സാധനങ്ങൾ എടുക്കാം ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഈ സാധനമല്ല ഇതും കൊണ്ട് ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ മോര് കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കണം. അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുമ്പളങ്ങ ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് പച്ചമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ചിട്ടിട്ട് ആവശ്യത്തിന് മുങ്ങിക്കിടക്കാൻ പാകത്തിനും അത്ര വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ്. നമ്മളങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തവി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ തേങ്ങ ഇരിക്കണുണ്ടാവില്ല ചിരണ്ടേൻ്റെ വഴി, അത് നമ്മൾ ഇങ്ങനെ ചുരണ്ടി എടുക്കണം. അപ്പം നമുക്ക് തേങ്ങയൊന്നും മിസ്സാവാതെ തന്നെ നമ്മൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയാണ് കാണാം. അപ്പം നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ മോരൂട്ടാൻ ശരിക്കും സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്ന് ഉച്ചക്കത്തേക്ക് മോരൂട്ടാനും ചോറും മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോറും മുട്ട പൊരിച്ചതൊക്കെ കഴിക്കുകയാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. താങ്ക് യു.